കാഞ്ഞിരപ്പള്ളിയുടെ പരിസരങ്ങളിൽ കൂട്ടിക്കലും മുണ്ടക്കയത്തും പാറത്തോട്ടിലൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊരുപാട് ബന്ധുമിത്രാദികളുണ്ട്. അവരിൽ പലരും അന്നേക്കും വൃദ്ധരായി കഴിഞ്ഞിരുന്നു. പലരും ശയ്യാവലംബികളൊക്കെയാണ്. എൻ്റെ അപ്പനാണെങ്കിൽ ഈ പ്രായമായ കാരണവന്മാരെക്കുറിച്ച് വലിയ കരുതലാണ്. അപ്പനെപ്പോഴും അവരുടെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിക്കുകയും അവരെ കാണാൻ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞായറാഴ്ചകളിൽ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം ഓർഗനൈസ് ചെയ്യും. അതെന്താണെന്ന് ചോദിച്ചാൽ, അമ്മയും അപ്പനും നമ്മൾ പിള്ളേരെല്ലാം കൂടി ഈ വൃദ്ധ ബന്ധുക്കളെ കാണാൻ പോവും. അപ്പോൾ പോകുമ്പോൾ ചേച്ചിമാർ കാറിൻ്റെ പിൻസീറ്റിൽ അവരുടെ ചിലങ്കുകളും കൂടെ കരുതിയിരിക്കും. എന്നിട്ട് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഇവരെ നൃത്തം അവതരിപ്പിക്കുകയാണ് അവരുടെ മുന്നിൽ. അപ്പോൾ ശയ്യാവലംബികളെങ്കിൽ അവരുടെ കട്ടിലിനടുത്ത് പോയിരുന്ന് ഡാൻസ് ചെയ്യും. ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ പറയും. ആനത്താനത്തെ പഞ്ചിയമ്മായിക്ക് ശാസ്ത്രീയ നൃത്തമാണ് ഇഷ്ടം. പൊട്ടംകുളത്തെ പേരമ്മയ്ക്ക് നാടോടി നൃത്തം, വേറൊരാൾക്ക് മുക്കുവ നൃത്തം, കരിങ്ങണപൊയ്യലെ വല്യമ്മച്ചിക്ക്. അപ്പോൾ ഇങ്ങനെ ഇവർ പറയേണ്ട താമസം എൻ്റെ ചേച്ചിമാർ ചിലങ്കയും കെട്ടി നൃത്തം ആരംഭിക്കും. അപ്പോൾ മൂത്ത ചേച്ചിയുണ്ട്, ഫാത്തിമ ചേച്ചിയാണ് വായ്പാട്ടുകാരി. അപ്പോൾ ഇവർ ഇങ്ങനെ അതിനെ തുടർന്ന് അപ്പനും അമ്മയും അവർ കവിത വായന, വളരെ ശ്രുതി മധുരമായി അവർ കവിത ചൊല്ലുമായിരുന്നു. മിക്കപ്പോഴും ചെങ്ങമ്പുഴയുടെ രമണനായിരുന്നു എല്ലാവരും ആവശ്യപ്പെടുന്നത്. അപ്പം അപ്പൻ രമണനും അമ്മ ചന്ദ്രികയും, അല്ലെങ്കിൽ ഒരാൾ രമണൻ മറ്റേ മദനൻ. അപ്പോൾ ഇതൊക്കെ ഈ കാണികളൊക്കെയും വളരെ ആസ്വദിക്കും. ഈ നൃത്തം കഴിയുമ്പോൾ എല്ലാവരും ഇവരെ അനുമോദിക്കുകയും ചേച്ചിമാരുടെ കവിളിൽ തലോടുകയും ചുംബിക്കുകയും ഈ പ്രായമായ വല്യപ്പന്മാരും വല്യമാരൊക്കെ ഇവർക്ക് കൊച്ചു നാണയങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നൃത്തം ചെയ്യാനോ പാടാനോ ഒന്നും കഴിവില്ലാത്ത ഞാൻ അവിടെ നിന്നൊക്കെ മാറി അവിടുത്തെ സ്വീകരണ മുറികളിൽ കൂടി ഇങ്ങനെ അലഞ്ഞ് നടക്കും. അപ്പോൾ ഈ മണ്ണ് മറിഞ്ഞവരുടെ ഫോട്ടോയൊക്കെ നോക്കി. അപ്പോൾ ഈ മേശമേൽ അതിഥികൾക്ക് നിരത്തി വെച്ച ബിസ്ക്കറ്റും കേക്കുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ ഈ നൃത്തത്തിൻ്റെ തിരക്കിലാണല്ലോ. അപ്പോൾ ഞാൻ ആ മേശ വലിഞ്ഞു കയറി ഒക്കെയും കഴിച്ചു തീർക്കും. അങ്ങനെയായിരുന്നു ഞാൻ ആത്മസംതൃപ്തി അടഞ്ഞിരുന്നത്. എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യരെ പോലെ തന്നെ സ്വാധീനം ചെലുത്തിയ ചില വീടുകളുണ്ട്. വീടുകൾ എന്ന് പറഞ്ഞാൽ വീടും അതിൻ്റെ മുറ്റവും അതിന് ചുറ്റുമുള്ള മരങ്ങളും അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതിയും അതൊക്കെ എന്നെ ഒരു ജീവനുള്ള ആളുകളെ പോലെ തന്നെ എന്നിൽ ഒത്തിരി ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വീടാണ് എൻ്റെ അപ്പൻ ജനിച്ചു വളർന്ന ആ കോഴുകുന്ന വീട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ്. അപ്പോൾ ഒരു ഉയർന്ന സ്ഥലത്താണ് ആ വീട്. വീടിന് ചുറ്റും വലിയ ഉയരത്തിൽ മതിൽക്കെട്ടുണ്ട്. എന്നിട്ട് മണൽ വിരിച്ച മുറ്റവും അതിൻ്റെ ഒരു വശത്ത് എപ്പോഴും ചിറ്റപ്പന്മാർ ബാഡ്മിൻ്റനും ഷട്ടിൽ കോക്കൊക്കെ കളിക്കാൻ കോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് ഒരു പഴയ പ്രാവിൻ കൂടുണ്ട്. പിന്നെ മിക്കപ്പോഴും വെല്ലുമിച്ചി മാത്രമാണ് അവിടെ ഉണ്ടാവുക. ചിറ്റപ്പന്മാർക്ക് കിഴക്ക് കുറച്ച് സ്ഥലമുണ്ട് തോപ്രാംകുടിയിൽ. അവർ മിക്കപ്പോഴും അവിടെയൊക്കെ ആയിരിക്കും. അവിടെ കൃഷിയേക്കാൾ ഉപരി ഈ കാട്ടുചോലകളിൽ നീന്തി തുടിക്കലും മീൻപിടുത്തവും പിന്നെ എന്നാ പറയുന്ന നായാട്ടും ഒത്തിരി മദ്യപാന സരസ്സുകളും ചങ്ങാതിമാരൊത്തൊടുത്തുള്ള ഉല്ലാസ ജീവിതമൊക്കെയാണ് കൂടുതലും. അപ്പോൾ ഈ വെല്ലുമ്മച്ചിയും വൃദ്ധരായ 2 സഹായികളുമാണ് അവിടെയുള്ള. ഒരാളുടെ പേര് ബോയിച്ചേട്ടനൊരു അനാഥ ബാലനായിരുന്നു. അപ്പോൾ വലിയപ്പൻ ഒരു സായിപ്പിൻ്റെ തോട്ടത്തിൽ വെച്ച് ഈ അനാഥനായ ബോയിച്ചേട്ടനെ കണ്ടുമുട്ടുകയായിരുന്നു. അന്ന് 8 വയസ്സുള്ള ഒരു അപ്പനും അമ്മയൊക്കെ മരിച്ച ഒരു തമിഴ് കുട്ടി. അപ്പോൾ അവന് പോകാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ വലിച്ചയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നാണ്. അന്ന് വെള്ളക്കാർ ബോയ് എന്ന് വിളിച്ച് ബോയിച്ചേട്ടൻ എന്നായി പേര്. ഊരും പേരുമൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. എനിക്ക് ഓർമ്മയുള്ളപ്പോഴൊക്കെ ബോയ്പ്പിനൊരു 60 വയസ്സ് കാണും. പൊക്കം കുറഞ്ഞ് എപ്പോഴും ഒരു പുഞ്ചിരിക്കുന്ന മുഖമൊക്കെ ആയിട്ട് വളരെ നല്ല ഒരു നിഷ്കളങ്കനായൊരു മനുഷ്യൻ. അപ്പോൾ വലിയപ്പൻ ഒരു 52 വയസ്സിലൊക്കെ മരിച്ചുപോയി. അതിനുശേഷം വീടിൻ്റെ കാര്യങ്ങളും ഈ പറമ്പൊക്കെ നോക്കാൻ വെല്ലുമിച്ച സഹായിച്ച ബോയിച്ചേട്ടനാണ്. അതുപോലൊരു വൃദ്ധയായ പരിചാരികയുണ്ട്, ഏലി വല്യമ്മ. ഈ പഴയ യക്ഷിക്കഥയിലൊക്കെ വിച്ച് ഓൺ എ ബ്രൂം സ്റ്റിക്ക് എന്ന് പറയുന്ന അതേ രൂപത്തിൽ മെല്ലിച്ച് ചുക്കിച്ചുളിഞ്ഞ മുഖമൊക്കെ ആയിട്ട് ഏലി വല്യമ്മ കുറച്ചൊരു കർശനക്കാരിയും മുൻകോപിയൊക്കെ ആയിരുന്നു.
പക്ഷേ ആ വീടിൻ്റെ ഒരു നെടുന്തൂണ് തന്നെയായിരുന്നു അവരും. അവർ കേവലം ഒരു ഭൃത്യരൊന്നും ആയിരുന്നില്ല. ഒരു വല്യപ്പനെ വല്യമ്മയൊക്കെ പോലെ എല്ലാവരും അവരെ കരുതിയിരുന്നു. അപ്പോൾ ഈ വല്യമ്മച്ചിക്ക് പ്രമേഹ രോഗം നിമിത്തം 60 വയസ്സൊക്കെ ആയപ്പോഴേ കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ ചെറുമക്കളെ വിളിക്കും പത്രമൊക്കെ വായിച്ചു കൊടുക്കാൻ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് അന്ന് ഗൃഹപാഠമൊക്കെ വളരെ കുറവാണ്. നമ്മൾ ആ പുസ്തകക്കെട്ടൊക്കെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് കാപ്പിക്ക് വല്ലതും ഉണ്ട് കഴിച്ചിട്ട് കുന്ന് കയറി നമ്മൾ വല്യമ്മച്ചിയുടെ അടുത്ത് പോകും. നമുക്ക് വലിയൊരു ത്രില്ലായിരുന്നു അങ്ങനെ പോകുന്നത്. വല്യമ്മച്ചിക്ക് വായിച്ചു കൊടുക്കുന്നതും വല്യമ്മച്ചി തരുന്ന കൽക്കണ്ടമൊക്കെ കഴിക്കുന്നതും. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ വല്യമ്മച്ചിക്ക് ഒത്തിരി സഹായികളുണ്ട്. പൂച്ച ഔസേപ്പ്, തേങ്ങാക്കോട്ടിലെ ഔസേപ്പ്, പിന്നെ വെടിക്കാരൻ പാപ്പു, ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അവരെയൊക്കെ കാണുന്നതും അവർ പറയുന്ന കഥകളും ഒക്കെ നമുക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ചെന്ന ഉടനെ അവിടെയും കട്ടൻ കാപ്പിയാണ് നമുക്ക് എപ്പോഴും തരുന്നത്. കട്ടൻ കാപ്പി ഞങ്ങളുടെ നിത്യജീവിതത്തിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായിരുന്നു. മറ്റ് ദിക്കുകളിലൊക്കെ പറയും കട്ടൻ കാപ്പി കുടിച്ചാൽ കറുത്തു പോകും, പിള്ളേർക്ക് നല്ലതല്ലെന്നൊക്കെ. പക്ഷേ ഞങ്ങളുടെ പ്രദേശത്തൊന്നും ആരും അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. 1 വയസ്സായ കുഞ്ഞു തൊട്ടേ കട്ടൻ കാപ്പി കുടിച്ചു തുടങ്ങും. അതുകൊണ്ട് മാത്രം കറുത്ത ചരിത്രമൊന്നും കേട്ടിട്ടേ ഇല്ല. അപ്പോൾ വല്യമ്മച്ചി നമ്മളെ കൊണ്ട് പത്രം വായിപ്പിക്കും. മനോരമ പത്രമാണ്. വള്ളി പുള്ളി വിടാതെ എല്ലാ വാർത്തയും വല്യമ്മച്ചിക്ക് വായിച്ചു കേൾക്കണം. അതുപോലെ മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് വല്യമ്മച്ചിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതിനകത്ത് ആ കാലത്ത് തുടർ നോവലുകളുണ്ടാവും, തുടർ കഥകൾ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നീലപ്പൂഞ്ചോല, ഫുട്ബോൾ ചാമ്പ്യൻ, അങ്ങനെയൊക്കെ പറഞ്ഞ തുടർ കഥകൾ വല്യമ്മച്ചിക്ക് വായിച്ചു കൊടുത്ത വകയിൽ പാടാത്ത പൈങ്കിളിയൊക്കെ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിച്ചിരുന്നു. തങ്കച്ചൻ പൊന്നമ്മയ്ക്ക് എഴുതിയൊരു പ്രേമലേഖനം, അത് വളരെ നീണ്ടതായിരുന്നു. അതെൻ്റെ ചേച്ചിക്കൊക്കെ കാണാതെ അറിയാം. അതുപോലെ പൊന്നമ്മ തിരിച്ച് തങ്കച്ചൻ എഴുതിയ ഒരു കൊച്ചു കത്ത്, എൻ്റെ ചൂണ്ടാണി വിരലിൽ പ്രേമാങ്കുലീയം അണിയിച്ച കൊച്ചു കള്ള എൻ്റെ രാജകുമാര എന്ന് തുടങ്ങുന്നൊരു കത്ത്. അത് നമ്മളിങ്ങനെ കാണാപ്പാഠം പഠിച്ചിരുന്നു. അന്നൊക്കെ സോവിയറ്റ് ലാൻഡ് എന്ന പ്രസിദ്ധീകരണം നമ്മുടെ വീടുകളിലൊക്കെ കിട്ടിയിരുന്നു. വളരെ ഗ്ലോസി ആയിട്ടുള്ള പേപ്പറും ആകർഷകമായ അച്ചടിയും വളരെ നല്ല ചിത്രങ്ങളൊക്കെയുള്ള വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷനായിരുന്നു അത്. അതിലെ ചിത്രങ്ങൾ കുട്ടികളായ ഞങ്ങളുടെ മനം മയക്കി. ഒന്നാമത് ആ പേജുകളിൽ നിന്ന് ഉയരുന്ന ഒരു സൗരഭം, ആ താളുകളിൽ വിരലൊടിക്കുമ്പോൾ ഉണ്ടാകുന്ന മിനുസം, അത് പിന്നെ അതിൽ ഒരുപാട് റഷ്യൻ കുട്ടികളെ കാണിക്കും. തുടുത്ത് ചുവന്ന് ആപ്പിൾ കവിളുകളൊക്കെയുള്ള കുട്ടികൾ. അവർ അവധിക്കാലം ആഘോഷിക്കുന്നത് ജോർജിയയിലെ അരണിമയാർന്ന പുൽമേടുകളിൽ കുളങ്ങളിൽ നീന്തി തുടിക്കുന്നതും ആപ്പിൾ പഴങ്ങൾ പറിക്കുന്നതും സ്ട്രോബെറി കൊണ്ടുള്ള പൈ കഴിക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് കൊതിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. അപ്പോൾ ആ മാലാഹ പോലെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുമായിരുന്നു. നമ്മൾ ആ റഷ്യയിൽ ജനിച്ചില്ലല്ലോ എന്നൊക്കെ എല്ലാവർക്കും സങ്കടം. അതേപോലെ തന്നെ കൂട്ടുകൃഷി ഫാമുകൾ, ഈ കൂട്ടിയിട്ടേക്കുന്ന മത്തങ്ങയും ഒരുപാട് ബലം ക്യാരറ്റും ടേണിപ്പും എല്ലാം ഇങ്ങനെ വലിയ വലിയ കൂമ്പാരം. അപ്പോൾ ഒരിക്കലൊരു സുന്ദരി, ഒരു പ്രൗഢ, തടിച്ചു കൊഴുത്തൊരു പ്രൗഢ കഴുത്തിലൊരു ഉറുമാലൊക്കെ കെട്ടി. അപ്പോൾ പറയാണ്, കീവിലെ തൻ്റെ പച്ചക്കറി വിളയുമായി താത്യാന നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് താത്യാന ഒരു തൊപ്പിയൊക്കെ ഇങ്ങനെ പിടിച്ച് ഒരു വളരെ ഒരു പ്രോസ്പെറസ് ലുക്കുള്ള ഒരു സ്ത്രീ. ഇങ്ങനത്തെ ഒരുപാട് ചിത്രങ്ങൾ കാണും. അപ്പോൾ നമ്മൾ ഇങ്ങനെ റഷ്യയിലൊന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ കൂട്ടുകാരി മേരിക്കുഞ്ഞിൻ്റെ അച്ഛൻ അവധിക്ക് വന്നത്. അച്ഛൻ പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ മേരിക്കുഞ്ഞിനോട് പറഞ്ഞിരുന്നു. മേരിക്കുഞ്ഞ് അതൊക്കെ വീഴാതെ കെട്ടാതെ നമ്മളോട് പറയുകയാണ്. അതൊക്കെ കേട്ട് നമ്മൾ അമ്പരന്ന് പോയി. അതായത് റഷ്യയിൽ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ വെടിവെച്ച് കൊല്ലും അത്രേ. അതുപോലെ അവിടെ പുണ്യാളന്മാരൊന്നുമില്ല. ഒരു അന്തോനീസ് പുണ്യാളനോ സെൻറ്റ് ജോർജോ ആരുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ചൈനയിൽ ഒരു കുട്ടിയെ പാടില്ല, അതിൽ കൂടുതലുണ്ടായാൽ ആ കുട്ടികളെ വെടിവെച്ച് കൊന്നിട്ട് അതൊക്കെ അങ്ങനെയാണ് അവിടുത്തെ നെൽപ്പാടങ്ങളൊക്കെ ഇത്ര ഫലഭൂയിഷ്ടമാകുന്ന. വൃദ്ധജനങ്ങളെയും കൊല്ലുമെന്ന്, എല്ലാവരും തോക്കിനിരയാക്കും. ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ പരിഭ്രമമായി. മേരിക്കുഞ്ഞിൻ്റെ അച്ഛനല്ലേ, ഒരു പുരോഹിതനല്ലേ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുമല്ലോ. പിന്നെ കേട്ടത് ഈ റഷ്യയിലെ
പുണ്യവാളന്മാർക്കെതിരെയുള്ള യുദ്ധം. അപ്പം നമ്മളൊക്കെ വിചാരിച്ചു എന്ത് കാണാതെ പോയാലും നമ്മൾ അന്തോനീസ് പുണ്യാളനോടാണ് പ്രാർത്ഥിക്കുന്ന. ഏത് പാമ്പ്, പിശാശ്, വസൂരി എന്നൊക്കെ രക്ഷിക്കുന്ന സെൻറ്റ് ജോർജ് പുണ്യാളനാണ്. ഇവരൊക്കെ ഇല്ലാതെ നമ്മളെങ്ങനെ ജീവിക്കും? ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാതെ നമ്മളെങ്ങനെ ഉറങ്ങും? അങ്ങനെ പയ്യെ പയ്യെ ഞങ്ങളുടെ ആ റഷ്യൻ ഭൂതികളൊക്കെ അങ്ങനെ അസ്തമിച്ചു പോയി. മാസത്തിലൊരിക്കലും കുമ്പസാരിക്കുക എന്നുള്ളത് ഒരു നിർബന്ധമുള്ളൊരു ഏർപ്പാടായിരുന്നു. പിന്നെ ഈസ്റ്ററിനൊക്കെ മുമ്പ് കമ്പൽസറിയാണ് എല്ലാവരും, മുതിർന്നവരും കുട്ടികളും എല്ലാം കുമ്പസാരിച്ച് ശുദ്ധഹൃദയരായി കുർബാനയൊക്കെ കൈക്കണ്ട് അങ്ങനെ ഒരു നല്ല തയ്യാറെടുപ്പോടെ വേണം ഈസ്റ്ററിനെയൊക്കെ എതിരേൽക്കാനായിട്ട്. അപ്പോൾ എനിക്കൊരു 9 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ ഈ പറയുന്ന സംഭവം നടക്കുന്നത്. അപ്പോൾ അപ്പൻ്റെ അനിയനായ ജോർജ് ഈറ്റപ്പൻ വീട്ടിൽ നിന്ന് ഒരു 5 മൈൽ ദൂരെ പാലമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അതൊരു കുന്നിൻ ചെരുവാണ്. അപ്പോൾ ഉപ്പാപ്പനൊരു നല്ല വായനക്കാരനാണ്. ഒരുപാട് പുസ്തകങ്ങൾ ആ ലൈബ്രറിയിലുണ്ട്. അദ്ദേഹം ആ ഇംഗ്ലീഷ് കഥകളൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ തരും. ജോർജ് ഈറ്റപ്പൻ കൽക്കട്ട സെയിൻറ്റ് സേവിയേഴ്സിലായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ M.Com ഒക്കെ പൂർത്തിയാക്കാതെ പിന്നെ പുള്ളി ജോലിക്കൊന്നും പോയില്ല. ആ തോട്ടത്തിലെ ജീവിതം ഇങ്ങനെ ആസ്വദിച്ചൊക്കെ കഴിയുകയാണ്. അപ്പോൾ ഒരു ഈസ്റ്ററിന് 2 ദിവസം മുമ്പ് ഞാൻ നമ്മുടെ വീട്ടിലെ ഒരു സഹായിയുടെ കൂടെ പാലമ്പ്ര വീട്ടിലെത്തി. അവിടെ തേങ്ങ ഇടാൻ പോയ വഴി എന്നെ അവിടെ ആക്കിയതാണ്. അന്നേരം അവിടുത്തെ കുട്ടികളൊക്കെ 3 കുട്ടികളുണ്ട് അവിടെ, ജെയിംസും ആലീസും മൈക്കിളും. അവരൊക്കെ കുമ്പസാരിച്ച് കുർബാനയായി കൊണ്ടു. അപ്പോൾ അവിടുത്തെ ഇളയമ്മ എന്നോട് പറഞ്ഞു, നീയും പോയി കുമ്പസാരിക്കുക. അപ്പോൾ വീടിൻ്റെ കുറേ മുകളിലൊരു കൊവേന്ത പള്ളിയുണ്ട്, അതാണ് അവരുടെ ഇടവക. അപ്പോൾ അവിടെ എല്ലാവരും പൊട്ടൻ വാസു എന്ന് വിളിക്കുന്ന ഒരു പയ്യനുണ്ട്. ഇളയമ്മയുടെ അവിടെ പശുക്കൾക്ക് പുല്ല് എത്തുന്നയാളാണ്. അപ്പോൾ വാസുവിനെയും കൂട്ടി ഇളയമ്മ എന്നെ അങ്ങോട്ട് അയച്ചു. അന്നേരം ഞാനവിടെ ചെല്ലുമ്പോൾ കുറേ പേരന്ന് കുമ്പസാരിക്കാനുണ്ട്, ഒരു 10-12 പേര്. അപ്പോൾ ഞാനും അവർക്ക് പുറയിലായിട്ട് ക്യൂവിലൊക്കെ നിന്നു. അവിടെ മുട്ടുകുത്തി നിന്ന് അവരുടെയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഊഴം എത്തി. അപ്പോഴത്തേക്ക് എൻ്റെ പുറകിലൊരു 10-20 പേരായി കഴിഞ്ഞു. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ കുറ്റങ്ങളൊക്കെ ചെയ്ത പാപങ്ങളൊക്കെ പറയുകയാണ്. അന്ന് ഈ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നതെന്നോ, അവർ വലിയ പാപങ്ങളൊന്നും ചെയ്ത് കാണാൻ വഴിയില്ല. അങ്ങനെ സരളമായിരുന്നല്ലോ ജീവിതം. അപ്പോൾ എല്ലാവരും പറയുന്ന ഒറ്റ ഇങ്ങനെ കാണാതെ പഠിച്ച പോലെ കള്ളം പറഞ്ഞിട്ടുണ്ട്, കട്ടെടുത്തിട്ടുണ്ട്, പറഞ്ഞാക്കൊക്കെ ഇരുന്നിട്ടുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 4-5 പാപം സ്ഥിരം എല്ലാവരും കാണാപ്പാടം പഠിച്ച് പറയുന്ന. അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതങ്ങനെ പറയും. അപ്പം അച്ഛൻ അതിന് പ്രായശ്ചിത്തമായിട്ട് ചില പ്രാർത്ഥനകളൊക്കെ പറയും, നമ്മളെ ബ്ലെസ് ചെയ്തിട്ട് വിടും. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഊഴം എത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ പാപമൊന്നും ചെയ്യാനൊന്നും അവസരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കള്ളം പറഞ്ഞിട്ടുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, പറഞ്ഞാക്കൊക്കെ ഇരുന്നിട്ടുണ്ട്, കട്ടെടുത്തിട്ടുണ്ട്. ഒരു വൃദ്ധ പുരോഹിതനായിരുന്നു ഈ വലയുടെ അപ്പുറം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിർത്ത് അവിടെ നിർത്ത്, കട്ടെടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പോൾ അച്ഛൻ ഇച്ചിരി ഈ പ്രായാധിക്യത്താൽ ബാധിര്യം കൊണ്ട് പുള്ളിക്കെല്ലാം ഉറക്കെ പറയണം. എന്നോട് ചോദിക്കുന്നതും ഇച്ചിരി ഉറക്കുക. എന്താ കട്ടെടുത്തേ? അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ സാധാരണ അമ്മ ഉണ്ടാക്കി വെക്കുന്ന അവലൂസിൻ്റെയോ അച്ചപ്പോ അങ്ങനത്തെ വല്ല സാധനങ്ങളൊക്കെയാണ് കട്ടെടുക്കുന്നത്. പക്ഷേ അതൊരു മോശമായാലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഒരു പേനയാണ് കട്ടെടുത്തതെന്ന്. കുറച്ചൊരു ഗൗരവമുള്ളൊരു കാര്യം ഇരിക്കട്ടെ എന്നോർത്ത്. അപ്പോൾ ഈ അച്ഛൻ ചോദിച്ചു, പേനയോ? ആരുടെ പേന? നിൻ്റെ വീട്ടിലെ നിൻ്റെ അപ്പൻ്റെ പേനയോ? ഞാൻ പറഞ്ഞല്ല. പിന്നെ ആരുടെ? ഞാൻ പറഞ്ഞു എൻ്റെ ചിറ്റപ്പൻ്റെ. എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ വെറുതെ പറഞ്ഞു എൻ്റെ ചിറ്റപ്പൻ്റെ പേനയാണ്. ചിറ്റപ്പൻ്റെ പേനയോ? നിനക്ക് എത്ര വയസ്സുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു 9 വയസ്സ് നീ മോഷണം ആരംഭിച്ചല്ലേ? നീ നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കോഴികുന്നാലെ ജോർജ് കുട്ടിയുടെ വീട്ടിൽ വന്ന. ജോർജ് കുട്ടിയുടെ ആരാ നീ? ചേട്ടൻ്റെ മകളാ. ഉടനെ അച്ഛൻ ഇച്ചിരി ഉറക്കെ പറയാ, ജോർജ് കുട്ടിയുടെ എത്ര നല്ല മനുഷ്യനാ. ചിറ്റപ്പൻ അവിടെ ഒരു പൊതുജനസമ്മതനൊക്കെയാണ്. അവിടുത്തെ വഴക്കുകൾ തീർക്കുകയും ഒരു ചെറിയ നാട്ടുപ്രമാണി പോലെയൊക്കെ. അപ്പം അച്ഛൻ പറയാ, ജോർജ് കുട്ടിയെ പോലെ നല്ലൊരു മനുഷ്യൻ, ജോർജ് കുട്ടിയുടെ ചേട്ടൻ്റെ മകളൊരു മോഷ്ടാവ്. എന്തൊരു കഷ്ടമാണ്. നീ ഇത്രയും ചെറുപ്പത്തിലിങ്ങനെ മോഷണമൊക്കെ തുടങ്ങിയ കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ നീ എന്തൊക്കെ ചെയ്യും? എനിക്ക് ആകെ വ്യസനമായി. കാരണം സാധാരണ കുമ്പസാരമൊക്കെ പെട്ടെന്ന് തീർത്ത ആളുകൾ പോവുക. അപ്പോൾ എനിക്ക് മുമ്പിലിരുന്ന ഒരു ചേട്ടത്തിയുണ്ട്. ആ ചേട്ടത്തിയാണെങ്കിൽ മരുമോളെ ഒരു വെട്ടുകത്തി കൊണ്ട് വെട്ടുകയൊക്കെ ചെയ്ത ഒരു ഭയങ്കര ചട്ടമ്പിയാണ്.
ചേട്ടത്തിയുടെയൊക്കെ കുമ്പസാരം വെറും 1.5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. എന്തോ ചെറിയ പരിഹാരമായിരിക്കും പറഞ്ഞ ചേട്ടത്തി പെട്ടെന്ന് പോയി. അപ്പം എൻ്റെ പുറകിലിരിക്കുന്നവരൊക്കെ വിചാരിക്കുക, ഈ കുട്ടിയുടുപ്പൊക്കെ ഇട്ട ഈ പെങ്കൊച്ച് എന്ത് വലിയ ഘോര പാപം ചെയ്തിട്ടായിരിക്കും ഈ അച്ഛൻ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന. അച്ഛൻ എന്നിട്ട് എന്നെ ഇങ്ങനെ ആ കുമ്പസാരക്കൂടിന് അപ്പുറത്തുകൂടി എന്നെ ഇങ്ങനെ നേരിട്ട് എത്തി നോക്കുകയൊക്കെ ചെയ്യുക. ഞാൻ ആകെ വിഷമിച്ച് തകർന്നു പോയി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എന്തൊക്കെയോ പറയുക, ഈ ഇത്തരം സ്വഭാവങ്ങൾ ചെറുപ്പത്തിലെ നിർത്തിയില്ലെങ്കിൽ വലിയ ക്രിമിനലാകുമെന്ന് എന്തൊക്കെയോ. അച്ഛൻ എന്താണോ അങ്ങനെയൊക്കെ ഒരു മാനസികാവസ്ഥയിൽ പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് അച്ഛൻ എനിക്ക് പാപപരിഹാരമായിട്ട് ഒരു നീണ്ട ഒരു ലിസ്റ്റ്, വിശ്വാസപ്രമാണം ഒരു നീണ്ട ചൊൽത്ത, അത് 10 പ്രാവശ്യം പിന്നെ ഇങ്ങനെ വലിയൊരു ലിസ്റ്റൊക്കെ തന്നിട്ട് നീരസത്തോടെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. അപ്പോൾ ആളുകളൊക്കെ എന്നെ തന്നെ നോക്കുക, ഈ കൊച്ചു പാപിനി എന്തൊക്കെയാണോ ചെയ്ത് കൂട്ടിയതെന്ന്. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ അവിടെ ഇരുന്നില്ല, പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഓടി. അപ്പോൾ ഞാൻ പുറത്ത് വന്നപ്പോൾ വാസുവിനെ നോക്കിയിട്ട് അവിടെയൊന്നും കാണുന്നില്ല. വാസു അച്ഛൻ്റെ നെല്ലി മരത്തെ കയറി നിന്ന് നെല്ലിക്കയൊക്കെ പറിച്ച് മടിക്കുത്തിലിടുക. അപ്പം പിന്നെ വാസുവിനെ കൊണ്ട് ഞാൻ വേഗം അവിടെ നിന്ന് നിഷ്ക്രമിച്ചു. പിന്നീട് ഞാൻ ഒരിക്കലും അത്ര ഒരു കുമ്പസാരത്തിന് മുതിർന്നിട്ടില്ല. ദൈവത്തോട് നേരിട്ട് എൻ്റെ പാപങ്ങൾ പറയുകയാണ് പിന്നീടുള്ള പതിവ്. അത് ഞാൻ ഈ ഈസ്റ്റർ ആകുമ്പോൾ തോട്ടുറമ്പിലൊക്കെ ഇങ്ങനെ ഓറഞ്ച് നിറത്തിലുള്ള ലില്ലികൾ, ഇങ്ങനെ വയൽപ്പൂ പോലെ ലില്ലി ഇങ്ങനെ പൊട്ടി വിടർന്ന് നിൽക്കും കയ്യാലെ മാട്ടയിലും തോട്ടുറമ്പിലും ഒക്കെ. ആ ലില്ലിപ്പൂക്കൾ കാണുമ്പോൾ ആഹ്ലാദത്തിനൊപ്പം എനിക്ക് ആ പഴയ കുമ്പസാരത്തിൻ്റെ ഓർമ്മ വരും. അത് ഞാനിപ്പോഴും കുറച്ച് ചൂളി വിറയ്ക്കാറുണ്ട് അതോർത്ത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കാസിം സാറിൻ്റെ അടുത്തുള്ള പഠനത്തിന് ശേഷം ഞാൻ നേരെ പോകുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ സെയിൻറ്റ് ഡൊമിനിക്സ് എന്നുള്ള ഒരു ചെറിയ പ്രൈമറി സ്കൂളിലേക്കാണ്. കത്തീഡ്രൽ പള്ളിയുടെ താഴെയാണ് സ്കൂള്. അപ്പോൾ അതുവരെ സ്കൂളിൻ്റെ പടി പോലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ 2ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് അവിടെ ചേരുന്നത്. അന്ന് അപ്പൻ ഭയങ്കര തിരക്കിലായിരുന്നുകൊണ്ട് വല്യമ്മച്ചിയുടെ കാര്യസ്ഥനായ പാപ്പുച്ചേട്ടനെ കൂട്ടിയാണ് എന്നെ വിട്ടത്. ഒരൊറ്റമുണ്ടും തോളിലൊരു കവണിയൊക്കെ ആയിട്ട് പാപ്പുച്ചേട്ടൻ എന്നെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊരു ബസ് കയറി അവിടുന്ന് 4 മൈൽ പോയാലാണ് കാഞ്ഞിരപ്പള്ളി എത്തുന്നത്. ഞാനന്ന് വളരെ നേർത്ത് മെല്ലിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ചെമ്മൺ വഴിയിലൊക്കെ മഴ പെയ്ത് കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. പാപ്പുച്ചേട്ടൻ എന്നെ തോളിലേറ്റിയാണ് കൊണ്ടുപോകുന്നത്. ഈ ബസ് യാത്രയൊക്കെ കഴിഞ്ഞ് കുറച്ച് നടന്നിട്ടാണ് ഈ സ്കൂളിൻ്റെ വാതിക്കലെത്തുന്നത്. അപ്പൻ്റെ ഫ്രണ്ടായ കിഴക്കേമുറി മാത്തൻ സാറിൻ്റെ ക്ലാസ്സിലാണ് എന്നെ ചേർക്കുന്നത്. അപ്പനൊരു എഴുത്തൊക്കെ പാപ്പുച്ചേട്ടൻ്റെ കൊടുത്തിരുന്നു. അന്നൊക്കെ ഈ അഡ്മിഷനൊന്നും വലിയ ഫോർമാലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സാർ എന്നെ ക്ലാസ്സിലിരിക്കാൻ അനുവദിച്ചു. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വിദ്യാലയം കാണുന്നത്. അതുവരെ വീട്ടിൽ മാത്രമായിരുന്നല്ലോ കഴിഞ്ഞിരുന്നത്. അപ്പോൾ കുറേയേറെ തേനീച്ചക്കൂടുകളിങ്ങനെ മുരളുന്ന പോലെ കുട്ടികളുടെ ആരവം. അന്ന് ആ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒന്നുകിൽ നെരിയാണി വരെ എത്തുന്ന നീളം പാവാടയോ മുട്ടിന് താഴെയുള്ള ഉടുപ്പോ ഒക്കെ ആയിരുന്നു വേഷം. ഞാൻ മാത്രം മുട്ടുവരെയുള്ളൊരു കുട്ടിയുടുപ്പ്. അപ്പോൾ എൻ്റെ ഈ ഇറക്കം കുറഞ്ഞ ഉടുപ്പും ക്രോപ്പ് ചെയ്ത മുടിയൊക്കെ കൂടി കുട്ടികൾക്ക് ഞാനൊരു കൗതുക കാഴ്ചയായി. ഞാൻ 2ാം പാഠമൊക്കെ പകുതി പഠിച്ചിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ചെന്ന ഉടനെ മാത്തൻ സാർ എന്നോട് പറഞ്ഞു, നീ ആ കന്യാകുമാരി എന്നുള്ള പാഠം ഒന്ന് വായിക്കുക. അപ്പോൾ കാസിം സാർ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നതുകൊണ്ട് എനിക്കെല്ലാം ഹൃദയസ്ഥമായിരുന്നു. പക്ഷേ എനിക്ക് കുട്ടികളുടെ മുമ്പിൽ നിന്ന് വായിക്കാൻ ഭയങ്കര പരിഭ്രമം. സാറ് നിർബന്ധിച്ചപ്പോൾ ഞാൻ കുട്ടികളെ അഭിമുഖീകരിച്ച് പുസ്തകം തുറന്ന് വായന തുടങ്ങി. എല്ലാം നന്നായിട്ട് വായിക്കാൻ പറ്റുന്നു, പക്ഷേ ശബ്ദമില്ല. പേടി കൊണ്ട് എൻ്റെ ശബ്ദം ഒരു കുഞ്ഞു മർമ്മരം പോലെയായിപ്പോയി. അത് ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാറ് ചോദിച്ചു, എന്താ ഈ വോളിയം, എന്താ ശബ്ദം പോയ റേഡിയോ പോലെ ഒന്നും കേൾക്കുന്നില്ലല്ലോ. സാർ എന്നിട്ട് ഒരു വടി കൊണ്ട് എന്നെ ചെറിയൊരു തല്ലി. ഞാൻ പരിഭ്രമവും സങ്കടവും നിമിത്തം പൊട്ടിക്കരഞ്ഞു. എൻ്റെ പുസ്തകസഞ്ചി എടുത്തുകൊണ്ട് ഓടിപ്പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പാപ്പുച്ചേട്ടനോട് പറഞ്ഞിരുന്നു എനിക്ക് പേടിയാകുന്നെന്ന്. പാപ്പുച്ചേട്ടൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ഈ പുറത്ത് നിൽപ്പുണ്ട് കൊച്ചിനെ എപ്പോൾ വേണേലും എന്നെ വിളിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഈ കരച്ചിലിനെ തുടർന്നുണ്ടായ നാണക്കേടിൽ ഞാനിങ്ങനെ പുസ്തകക്കെട്ടുമായി പുറത്തേക്ക് കുതിച്ച് ചെന്നപ്പോൾ പാപ്പുച്ചേട്ടൻ അവിടെ എങ്ങുമില്ല.
എന്തൊരു വഞ്ചന, എനിക്ക് സങ്കടം വന്നു. ഈ വിശാല ലോകത്ത് ഞാൻ തനിയായ പോലെ. പിന്നെ മടിച്ച് ആ ബെഞ്ചിൽ ഒരിടത്ത് തിക്കി തിരക്കി ഞാനും ഇരുന്നു. ആ ക്ലാസ്സുകൾ എനിക്ക് ഭയങ്കര വിരസമായിട്ട് അനുഭവപ്പെട്ടു. തൂമ തൂകുന്ന തൂമരങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു അന്ന് പഠിക്കാനുണ്ടായിരുന്നത്. കുട്ടികളൊരു പ്രത്യേക താളത്തിലിങ്ങനെ ആടിയാണ് ആ പാട്ട് പാടുന്നത്. വളരെ തമാശ നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു അത്. ആ സങ്കടത്തിനിടയിൽ എനിക്ക് ചിരി വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ണാനുള്ള ബെല്ലടിച്ചു. അപ്പം വെള്ളം കുടിക്കാനും കൈ കഴുകാനൊക്കെ ആയിട്ട് കുട്ടികൾ തൊണ്ടിപ്പുര സാറിൻ്റെ വീട്ടിലെ ഒരു കൊച്ചു കിണറിൻ്റെ കരയിലാണ് ഓടിക്കൂടുന്നത്. ഭയങ്കര തിക്കും തിരക്കുമാണ് അവിടെ. അപ്പോൾ ഞാൻ അമ്മ തന്നുവിട്ട ചോറ്റുപാത്രം തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ ചുമന്ന ഉറുമ്പുകൾ കയറി നിറഞ്ഞിരിക്കുക. അപ്പോൾ എനിക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ, ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ ആ ക്ലാസ്സിലിരുന്ന സമയത്തൊക്കെ ഞാൻ ഓർത്തത്, അവിടെ വാഴക്കുടപ്പൻ്റെ തേനൊക്കെ വവ്വാല് വന്ന് കുടിച്ചു കാണുമോ, ഞാൻ കണ്ടുവച്ച പഴുത്ത പേരക്കൊക്കെ എൻ്റെ അനിയൻ കയറി തിന്നിട്ടുണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു എനിക്ക്. കാരണം അതുവരെ ആ പറമ്പിലും പാറമേലും മുറ്റത്തുമൊക്കെ കളിച്ച് വിഹരിച്ചിങ്ങനെ നടക്കുന്ന എനിക്കൊരു ഭയങ്കര വിഷമമായിപ്പോയി ആ ക്ലാസ്സിലെ ഇരിപ്പ്. അപ്പോൾ ഈ 1-2 ഈ ചെറിയ ചെയിനുകൾ പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആൺകുട്ടികൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അതേ അതിനകത്ത് കിടക്കുന്ന ആളൊരു ഭയങ്കര ദുഷ്ടപിശാശ, അയാൾ ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിച്ച് പുറത്ത് ചാടും, അങ്ങനെയായി ഈ ചെങ്ങലയൊക്കെ പൊട്ടിപ്പോയെന്ന്, സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ശരിക്കും പേടിച്ചു പോയി.